ഹായ് ഹലോ, നമ്മളിന്നിട്ട് വാട്ട ഈറ്റിൻ്റെയാണ് ചെയ്യുന്നത്. അപ്പോൾ കാലത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. നൈസായിട്ട് ചുട്ട ദോശയാണ്, മസാല ദോശയുടെ പോലത്തെ ദോശയാണ് ചുട്ടത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തക്കാളി ചട്നി ഉണ്ടാക്കി, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ കിഴങ്ങ് മസാല ഇല്ലെന്നേ ഉള്ളൂ, ഉരുളക്കിഴങ്ങ് മസാല ഇല്ലാത്ത തന്നെ മസാല ദോശ പോലെ ആക്കിയെടുത്താണ്. കുറച്ചൊക്കെ അതുപോലെയൊക്കെ ആയ ടേസ്റ്റൊക്കെ. പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 9 മണിയായപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഡാർക്ക് ഫാൻറ്റസിയുടെ ചോക്കോ ഫിൽസ് ബിസ്ക്കറ്റ് കഴിച്ചു. ഞാനും അബുക്കുട്ടനും കുറച്ചേ കഴിച്ചുള്ളൂ, എല്ലാമൊന്നും കഴിച്ചില്ല. പിന്നെ ബാക്കി വൈകുന്നേരത്താണ് കഴിച്ചത്. ഇപ്പോൾ പിന്നെ നമുക്കിവിടെ നല്ല മഴക്കാലമാണ്. പിന്നെ അബുക്കുട്ടന് സ്കൂളൊക്കെ തുറക്കാറായി കേട്ടോ. ജൂൺ 10 സ്കൂൾ തുറക്കും. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ കറിയാണെങ്കിൽ നമുക്ക് അയലയാണ് കിട്ടിയത് കേട്ടോ. അയല നല്ല തേങ്ങ വറുത്തരച്ച് അടിപൊളിയായിട്ട് വെച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. നല്ല ഫ്രഷ് അയലയായിരുന്നു കേട്ടോ. പിന്നെ നല്ല വില കൂടുതലായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടാനായിട്ട് രസം ഉണ്ടായിരുന്നു. രസം വെച്ചിട്ട് നമ്മൾ കുറേ നാളായി. പിന്നെ മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മൾ മരച്ചീനി മേടിച്ചപ്പോൾ അത് വെന്തില്ല കേട്ടോ. നല്ല കല്ല് പോലെ ആയിരുന്നു. ഞാനങ്ങനെ പിന്നെ അത് കുക്കറിലിട്ട് നല്ലവണ്ണം വേവിച്ചിട്ട് 10 വിസിലടിച്ചിട്ട് എന്നിട്ട് വെന്തില്ല. പിന്നെ മിക്സിയിലിട്ട് നമ്മൾ തോരൻ്റെ അരപ്പിട്ട് അരച്ചെടുത്തിട്ട് കടു വറുത്തിട്ട് അതിൽ തട്ടിയിട്ടു കേട്ടോ. പിന്നെ നമ്മൾ അത് മിക്സിയിലടിച്ചുകൊണ്ട് തന്നെ നല്ല കുഴമ്പ് പരിവായി. അടിപൊളി ടേസ്റ്റായിരുന്നു നമുക്ക് തിന്നാൻ. തോരൻ്റെ അരപ്പാണ് ഇട്ടത്. പിന്നെ ഉപ്പിട്ട് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ട് ചോറിൻ്റെ കൂടെ തിന്നാൻ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇത്രയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് നമുക്കിന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ദിയ ഉണ്ട്. ദിയ കുറേ നാളായി നമ്മളെ വീട്ടിൽ കളിക്കാൻ അബുക്കുട്ടൻ്റെ വന്നിട്ട്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ ദിയയെ അന്വേഷിച്ചിരുന്നു, ദിയ ഇവിടെ പോയെന്ന്. അപ്പോൾ ദിയ മഴക്കാലം ആയതുകൊണ്ട് വലിയൊന്നും കണ്ടില്ല, ഇപ്പോഴാണ് വീട്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ ദിയ ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നമ്മൾ 3 പേരും ഇരുന്ന് ചായ കഴിച്ചു. അപ്പോൾ ചായയുടെ നമുക്ക് കഴിക്കാൻ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു അരിമുറുക്കും ഉണ്ടായിരുന്നു കേട്ടോ. ദിയയ്ക്ക് ഇങ്ങനെ അരിമുറുക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ അബുക്കുട്ടൻ ബിസ്ക്കറ്റാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ 3 പേരുടെ അടിപിടിച്ച് നല്ലോണം രസമായിട്ടിരുന്ന് ചായ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അബുക്കുട്ടൻ ദിയയും കളിക്കാൻ പോയി. പിന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ നനഞ്ഞിട്ടുണ്ടാണെന്ന് തോന്നുന്നു. അബുക്കുട്ടൻ നല്ല പനിയായി. രാത്രിയായപ്പോൾ ഉറക്കമില്ല, നല്ല ചൂടും പനിയായിരുന്നു, ചുമയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. ടാറ്റാ.